ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലോലെസ് ലോയറിൻ്റെ 13th എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ജെയുടെ അമ്മയെ പറ്റിയിട്ടുള്ള സീക്രട്ടുകളെല്ലാം ജഡ്ജ് ഷാ മനസ്സിലാക്കിയിട്ട് അവളെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. അതുപോലെ തന്നെ ജഡ്ജ് ഷായുടെ ഇനിയുള്ള ഒരു എയിം എന്ന് പറയുന്നത് സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആവുക എന്നതാണെന്ന് ഇപ്പോൾ ബൊങ്ങിനും കൂട്ടർക്കും മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടിട്ടുള്ള ആ ഒരു ബ്ലാക്ക് ബുക്ക് ബൊങ്ങിന് എത്തിച്ചത് മറ്റാരും അല്ലെന്നും അത് ജഡ്ജ് ഷായ ആണെന്നും ഇപ്പോൾ അവന്റെ അസിസ്റ്റന്റിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇടിയേക്കുന്ന അസിസ്റ്റന്റ് ആകട്ടെ ആ ഒരു ബുക്കിൽ ഓജും ജഡ്ജ് ചായും കൂടി ചെയ്ത തെറ്റുകൾ തന്നെയല്ലേ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ തന്റെ മനസ്സുള്ള ആ ഒരു റിവെഞ്ച് അവള് നേരത്തെ കൂട്ടി കണ്ടിട്ട് ബൊങ്ങിനെ ഉപയോഗിച്ചുകൊണ്ട് ബൊങ്ങിന്റെ ആ ഒരു റിവെഞ്ചിനെ ഉപയോഗിച്ചുകൊണ്ട് അവളുടെ ഒപ്പം ഇത്രയും നാൾ നിന്ന് അവളുടെ സീക്രട്ടുകളെല്ലാം തന്നെ അറിയുന്ന ഓജുനെയും മിസ് നാമിനെയും ഒക്കെ ഇല്ലാണ്ടാക്കിയിട്ട് ഈ ഒരു കിസിയാവിന്റെ ഫുൾ പവർ അവളുടെ കയ്യിലേക്ക് കിട്ടുക എന്നതാണ് അവളുടെ ആഗ്രഹമെന്നും അങ്ങനെ ഓജുനെ എന്റെ കൈകൊണ്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവള് ആ ഒരു തെളിവുകളൊക്കെ എനിക്ക് തന്നതെന്നും ഇപ്പൊ ബൊങ് അവന്റെ അസിസ്റ്റന്റിനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജഡ്ജ് ഷാനെ പ്രോസിക്യൂട്ടർ വിളിച്ചിട്ട് ഓജുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബൊങ് സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന സമയത്ത് ജയ് ആകട്ടെ അവളുടെ അമ്മേനെ കാണാണ്ട് അവളുടെ അമ്മേനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയത് ഓജു ആണെന്ന് വിചാരിച്ച് അവനെ കാണാനായിട്ട് ഇപ്പൊ വരുന്നുണ്ട്. അങ്ങനെ അവനുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ഓജുവിന് ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ലെന്ന് അവള് മനസ്സിലാക്കുന്നത്. അങ്ങനെ ജയ് ഷായോടൊപ്പം മസാജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് തന്റെ അമ്മയാണെന്ന് സത്യം അവന്റെ അടുത്ത് പറഞ്ഞിട്ട് തന്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് ഓജു സഹായിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓജുവിനെ ഒരൊറ്റ മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ലെന്ന് പറഞ്ഞിട്ട് അവന്റെ കേസ് കോർട്ടിൽ വാദിക്കാനായിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞ് അവള് പ്രോമിസ് കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ബൊങ് ഡേവുങ്ങിന്റെ വളരെ ലോയൽ ആയിട്ടുണ്ടായിരുന്ന ഒരു ഫോളോവറും അതുപോലെ ബൊങ്ങിന്റെ ഫ്രണ്ടും ആയിട്ടുള്ള സ്കോർപ്പിയോനെ പോയിട്ട് കണ്ടിട്ട് അവനോട് ഇപ്പോഴത്തെ ഡേവുങ്ങിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള മാൻബേ എല്ലാരെയും ചതിക്കുകയാണെന്നും അവനും ജഡ്ജ് ഷായും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യാണെന്നുള്ള കാര്യം ഇപ്പോ അവൻ സ്കോർപ്പിയോന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണിക്കുന്നത് ജയുടെ അമ്മേനെ ഉപദ്രവിച്ചിട്ട് ആ ഒരു മിസ് നാമ് ഒരു ബേസ്മെന്റിൽ അവളെ പൂട്ടിയിടുന്നതാണ്. അവിടെ തന്നെ ഇതൊക്കെ നോക്കിക്കൊണ്ട് സ്കോർപ്പിയോൺ നിൽക്കുന്നതായിട്ടും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ ബൊങ് നേരെ പോയിട്ട് ജഡ്ജ് ഷാനെ മീറ്റ് ചെയ്തിട്ട് ജയുടെ അമ്മേനെ എവിടെയാണ് അവൾ ഒളിപ്പിച്ച് വെച്ചെന്നൊക്കെ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ജഡ്ജ് ഷായ ആകട്ടെ ഒന്നും അറിയാത്ത മാതിരി 18 വർഷങ്ങൾക്ക് മുമ്പ് ജയുടെ അമ്മ ഡിസപ്പിയർ ചെയ്ത് പോയതല്ലേ, ഇപ്പൊ ഒന്നും അറിയാത്ത പാവമായിട്ടുള്ള എന്നോട് വന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് മറുപടി തരാനാന്നൊക്കെ പറഞ്ഞ് ബൊങ്ങിനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായാലും ജയ്ക്ക് അവളുടെ അമ്മേനെ ഞാൻ തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ ബൊങ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അതിനുശേഷം അവന് ജയിനെ കാണാൻ വരുമ്പോൾ ജയ് ആകട്ടെ ഈ ഒരു സമയത്ത് അവളുടെ അമ്മേനെ കണ്ടതും ബൊങ് അവളിൽ നിന്ന് ആ ഒരു സത്യം മറച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞ് വളരെ വിഷമത്തോടെ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അവൾ ഇപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ബൊങ്ങിന് ജഡ്ജ് ഷാനോടും ഓജുവിനോടുള്ള റിവെഞ്ച് നടത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം തന്നെയാണ് അവളെ ഈ ഒരു കേസിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചതെന്നും അവന്റെ കാര്യം നടത്താനായിട്ട് മനഃപൂർവ്വമാണ് അവൻ ജയെ ഇതിലേക്ക് വലിച്ചിട്ടതെന്നൊക്കെയാണ് ഇപ്പൊ അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബൊങ് അവിടേക്ക് വരുമ്പോൾ അവനോടുള്ള ആ ഒരു ദേഷ്യത്തിൽ അവൾ ഇന്ന് പോയിട്ട് ഓജുവിനെ മീറ്റ് ചെയ്തെന്നും അവനുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ട് ബൊങ്ങിന്റെ അടുത്ത് അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയുമ്പോൾ ബൊങ് ആകട്ടെ അവളുടെ കൈയെല്ലാം പിടിച്ച് നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഉണ്ടായതെന്നും ഞാൻ എപ്പോഴും നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ എന്നും അവനെ വിശ്വസിക്കാനായിട്ടും അവൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കേൾക്കാതെ അവനോട് ഇറങ്ങി പോകാൻ പറയുമ്പോൾ അവൻ അവളെയും പ്രൊട്ടക്ട് ചെയ്ത് അവളുടെ വീടിന് പുറത്ത് തന്നെ അവന്റെ കാറിലിരുന്ന് ഫുൾ ടൈം എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ജയ് ഇനി ബൊങ്ങിനെ വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്നും കാരണം ഒരു തരത്തിൽ ഞാൻ നിന്നോട് ഇപ്പൊ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണേന്നും ബൊങ് അവനോട് തന്നെ ഇപ്പൊ പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനില് മിസ് നാമ് ഓജുവിനും ജഡ്ജ് ഷായ്ക്കും ഇടയിൽ നടക്കുന്ന ആ പ്രശ്നങ്ങളെല്ലാം ഇപ്പൊ യോൺഹിയോട് പറഞ്ഞിട്ട് ജഡ്ജ് ഷാ ചിലപ്പോ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അവളുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നാളെ ചിലപ്പോൾ അവളുടെ ഒപ്പം കൂട്ടുമെന്നും പക്ഷെ ഓജുവിന്റെ ഒപ്പം ഇനി നിൽക്കാനായിട്ട് നമുക്ക് പറ്റില്ലെന്നും കാരണം ഓജുവിന്റെ എല്ലാ കള്ളത്തരങ്ങളും ഇപ്പൊ ജഡ്ജ് ഷാ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അവനെ പൂട്ടിയിട്ടുണ്ടെന്നും അവന്റെ ഒപ്പം നിൽക്കുന്നത് റിസ്ക് ആയതുകൊണ്ട് ഇനി നീ ജഡ്ജ് ഷായുടെ ഒപ്പം നിന്നിട്ട് ഓജുവിനെ പൂട്ടാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് ഇപ്പൊ മിസ് നാം അവളുടെ മകളോട് അഡ്വൈസ് ചെയ്യാണ്. ഇതേ സമയത്ത് ജയുടെ അമ്മയുടെ ഒപ്പം സ്കോർപ്പിയോൺ ഉള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ സ്കോർപ്പിയോൺ ബൊങ്ങിനെ വിളിച്ചിട്ട് ജയുടെ അമ്മ വളരെ സേഫ് ആണെന്ന് അവന്റെ അടുത്ത് പറയുന്നുണ്ട്. മാത്രല്ല എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ഒരു ഡ്രാമ കളിക്കുന്നതെന്ന് സ്കോർപ്പിയോൺ ബൊങ്ങിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ബൊങ് ആകട്ടെ ജയിനെ നോക്കിയിട്ട് ഇപ്പോ ഈ കാര്യങ്ങളൊന്നും അവൾ അറിയണ്ട അതുകൊണ്ടാണെന്ന് സ്കോർപ്പിയോന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതിലൂടെ തന്നെ ബൊങ് എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും ജയുടെ അടുത്ത് പറയാത്തതാണെന്നും ജയുടെ അമ്മ എവിടെയാണെന്നും സേഫ് ആണെന്നും ഓൾറെഡി ബൊങ്ങിന് അറിയാമെന്നും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പിന്നീട് സ്കോർപ്പിയോൺ അവളുടെ അമ്മേനെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റൂമിലേക്ക് വരുമ്പോൾ ജയുടെ അമ്മ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ടാറ്റു കണ്ടിട്ട് ബൊങ് ഇതിനു മുമ്പ് തന്നെ അവളുടെ അടുത്ത് പറഞ്ഞത് അവളിപ്പോ ആലോചിക്കുന്നുണ്ട്. അത് വേറെ ഒന്നും തന്നെയല്ല, കാര്യങ്ങളൊക്കെ നമ്മുടെ വഴിക്കാക്കാനായിട്ട് നമുക്ക് ഒരു ഡ്രാമ കളിക്കണമെന്നും എന്തൊക്കെ വന്നാലും നിങ്ങളെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യുമെന്നും എന്റെ തന്നെ ഒരാളായിട്ടുള്ള ഒരു സ്കോർപ്പിയോൺ ടാറ്റു ഉള്ള ഒരാള് നിങ്ങളെ അവിടെ വെച്ച് പ്രൊട്ടക്ട് ചെയ്യുമെന്നും
അവൻ പറഞ്ഞത് ഇപ്പൊ അവൾ ആലോചിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ സ്കോർപിയോണാണ് അവളുടെ അമ്മേനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞിട്ട് വാശി പിടിച്ച് അവൾക്ക് ഇപ്പൊ തന്നെ സ്കോർപിയോനെ കാണണം എന്ന് പറഞ്ഞ് അവിടെ ബഹളം ഉണ്ടാക്കുമ്പോൾ ബൊങ് അവന്റെ അസിസ്റ്റന്റിനെയും കൂട്ടിയിട്ട് ജെയും വിളിച്ചിട്ട് അവരെല്ലാരും കൂടി നേരെ തന്നെ അവളുടെ അമ്മേനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബേസ്മെന്റിലേക്ക് പോകുന്നുണ്ട്. ശരിക്കും അവളുടെ അമ്മ ഇപ്പൊ അവിടെ ഉള്ളതെന്ന് ബൊങ്ങിനെ അറിയാമെങ്കിലും എന്തോ അവൻ പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും ജയെ അറിയിക്കാതെ ജയോട് പറയാതെ അവൻ എന്തോ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവര് അവിടേക്ക് കയറിയിട്ട് തന്റെ അമ്മയെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് ജെയി സ്കോർപിയോണുമായിട്ട് ഒരു വാക്കുതർക്കത്തിലാവുമ്പോൾ ബൊങ്ങും അതിലേക്ക് ഇടപെടുന്നുണ്ട്. അവിടെ ഈ ഒരു ഗ്യാങ്ങിന്റെ തലവനായിട്ടുള്ള ജഡ്ജിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള മാൻബേ കൂടി ഇരിക്കുന്നത് കണ്ടിട്ട് ഇപ്പൊ സ്കോർപിയോണും ബൊങ്ങും കൂടിയിട്ട് പരസ്പരം എനിമീസിനെ പോലെ ആക്ട് ചെയ്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ച് ചെറിയൊരു ഫൈറ്റിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. ഇതും മാൻപേനെ കബളിപ്പിക്കാനായിട്ടുള്ള ബൊങ്ങിന്റെ ഒരു ആക്ട് തന്നെയായിരുന്നു. അങ്ങനെ അതിനുശേഷം ബൊങ് നേരെ തന്നെ ഓജുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ വെച്ച് ഓജുവിനെ ഫോൺ വിളിച്ചിട്ട് ജെയുടെ അമ്മേനെ അവര് വെച്ച സ്ഥലമൊക്കെ ഇപ്പൊ ഓജുവിന് പറഞ്ഞു കൊടുത്തിട്ട് അന്ന് ശരിക്കും എന്താ നടന്നതെന്ന് അറിയാവുന്ന ഒരേ ഒരു സാക്ഷി അത് ജെയുടെ അമ്മയാണെന്നും ജെയുടെ അമ്മേനെ ജഡ്ജ് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ഇപ്പൊ അവൻ ഓജുവിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് 18 വർഷങ്ങൾക്ക് മുമ്പ് ജഡ്ജ് ഷാ തന്നെയാണ് ആ ഒരു ഗോൾഡൻ സിറ്റി എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ അന്നത്തെ പ്രസിഡന്റിനെ കൊന്നു കളഞ്ഞതെന്നും പിന്നീട് ആ ഒരു കുറ്റം മറയ്ക്കാനും അത് ഏറ്റെടുക്കാനായിട്ടാണ് ഓജുവിനോട് അവൾ ആവശ്യപ്പെടുന്നതെന്നും ഇപ്പറയുന്ന ഒരേ ഒരു വിറ്റ്നസ് അത് ജെയുടെ അമ്മയാണെന്നും അവളും കൂടി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഓജുവിനെ പിന്നെ ജഡ്ജ് ഷാ എങ്ങനെയായാലും പൂട്ടിക്കുന്നു. പിന്നീട് അവൻ ഒരിക്കലും പുറത്തേക്ക് വരാൻ പറ്റില്ലെന്നും ഇപ്പൊ ഓജുവിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓജുവിനെ വെച്ച് അവളുടെ അമ്മേനെ രക്ഷിക്കാനായിട്ടാണ് ബൊങ് ഇങ്ങനെ ഒരു ഐഡിയ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് അടുത്ത സീനിൽ നമ്മൾ കാണിക്കുന്നത് മിസ് നാമിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജഡ്ജ് ചായനെയാണ്. അങ്ങനെ ഈ ഒരു സമയത്ത് തന്റെ ഒപ്പം ഇത്രയും നാള് തന്നെ വിശ്വസിച്ച് കൂടെ നിന്നതിനും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തതിനും വേണ്ടിയിട്ട് അവളോടുള്ള നന്ദിയായിട്ട് എന്റെ പേരിലുണ്ടായിരുന്ന കുറച്ച് അക്കൗണ്ട്സും അതിലുള്ള പണം ഫുള്ള് ഇപ്പൊ മിസ് നാമിന്റെയും യോൺ ഹേയുടെയും പേരിൽ എഴുതി വെക്കാനായിട്ട് ജഡ്ജ് ചാ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് മിസ് നാം ആകട്ടെ തനിക്ക് ജഡ്ജ് ചായയുടെ കയ്യിൽ നിന്ന് ഇത്രയും വലിയൊരു ഫണ്ട് കിട്ടുന്ന കരുതിയിട്ട് ആകെ എക്സൈറ്റഡ് ആയിട്ട് ഇത്രയും ലോയൽ ആയിട്ടുള്ള ഒരാളായിരുന്നല്ലോ ജഡ്ജ് ചായ എന്ന് കരുതിയിട്ട് അവിടെ വെച്ച് ജഡ്ജ് ഷായിനെ പുകഴ്ത്തിയിട്ട് നന്നായിട്ട് തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ജെയുടെ അമ്മയെ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവള് ജഡ്ജ് ഷായുടെ അടുത്ത് ചോദിക്കുമ്പോൾ അതിന് ജെയുടെ അമ്മ 18 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മരിച്ചു പോയില്ലേന്ന് ജഡ്ജ് ഷാ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇതിലൂടെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ജെയുടെ അമ്മേനെ കൊല്ലാനായിട്ടാണ് ജഡ്ജ് ഷാ പറഞ്ഞതെന്ന് മിസ് നാമിന് മനസ്സിലായിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഓജുവിന്റെ ഒപ്പം നടക്കുന്ന ആ ഒരു ഗുണ്ടത്തലവനാകട്ടെ ഇപ്പൊ അവനറിയാതെ ഓജുവിന്റെ സീക്രട്ട് ആയിട്ടുള്ള ലോക്കറിൽ നിന്നിട്ടുള്ള എല്ലാ പണവും എടുത്തിട്ട് ഓജുവിന് ഇനി ഒരിക്കലും ഇതൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ലെന്നും അധികം വൈകാതെ തന്നെ അവൻ പോലീസ് കസ്റ്റഡിയിലാവും എന്ന് പറഞ്ഞിട്ട് ആ എല്ലാ പൈസ എടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അവൻ ഓജുവിന്റെ കയ്യിൽ തന്നെ വന്ന് പെടുന്നുണ്ട്. അങ്ങനെ തന്നെ ചതിക്കുന്നവരോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ് ഓജു അവനിട്ട് നന്നായി തന്നെ കൊടുത്തിട്ട് അവനെ കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരു തെറ്റ് പറ്റി പോയതാണെന്നും ഇനി ഒരിക്കലും അത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം നിന്നോളാന്നും പറയുമ്പോൾ ഇപ്പൊ ഓൾറെഡി ഓജുവിന്റെ ഒപ്പം ആരും ഇല്ലാത്തതുകൊണ്ടും തനിക്ക് അങ്ങനെയെങ്കിലും ഒരാളുടെ സപ്പോർട്ട് വേണ്ടതുകൊണ്ടും അവൻ ഒരു ഗുണ്ടാ തലവനെ വെറുതെ വിടുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനില് മിസ് നാമാകട്ടെ ഇപ്പൊ ജഡ്ജ് ഷായുടെ താഴെ വർക്ക് ചെയ്യുന്ന ആ ഒരു മാൻബേ എന്ന് പറയുന്ന ഗുണ്ടേനെ കാണാൻ വന്നിട്ട് ജെയുടെ അമ്മേനെ കൊന്നു കളഞ്ഞോളാൻ പറഞ്ഞിട്ട് ആരും അറിയാതെ അവളെ കടലിലേക്ക് തള്ളിയിടാനായിട്ട് അവരുടെ അടുത്ത് ഓർഡർ കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് അവർ രണ്ടുപേരും സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് ബൊങ്ങിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള സ്കോർപിയോൺ കേട്ടിട്ട് അവരുടെ ആ ഒരു പ്ലാനിനെ പറ്റിയിട്ട് അവൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിസ് നാം അവന് വേണ്ട ഓർഡേഴ്സ് എല്ലാം കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഇതിനെല്ലാം താൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് ആ ഒരു റൂമിൽ വളരെ സീക്രട്ട് ആയിട്ട് അവൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്പൈ ക്യാമറ നോക്കിയിട്ട് ഇപ്പൊ അവൻ ചിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ജെയുടെ അമ്മേനെ കടലിലേക്ക് തള്ളിയിടാനായിട്ടുള്ള പ്ലാനൊക്കെ ബൊങ്ങിനോടും സ്കോർപിയോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോ തന്നെ ബൊങ് അവന്റെ അസിസ്റ്റന്റിനെയും കൂട്ടിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഇതേ സമയത്ത് മാൻബേ ആകട്ടെ ജഡ്ജ് ഷാനെ മീറ്റ് ചെയ്തിട്ട് മിസ് നാം ജെയുടെ അമ്മേനെ കൊല്ലാനായിട്ട് പറയുന്ന ആ ഒരു സ്പൈ ക്യാമറയിൽ എടുത്ത വീഡിയോ ഇപ്പൊ ജഡ്ജ് ഷാക്കി കാണിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ അവളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കി എന്ന് പറഞ്ഞ് വളരെ പ്രൗഡായിട്ടിരിക്കുന്ന ജഡ്ജ് ഷാനെ ഇപ്പൊ നമുക്ക് അവിടെ കാണാം. ഇതേ സമയത്ത് മാൻബേന്റെ ആൾക്കാരാകട്ടെ ജെയുടെ അമ്മേനെ ഒരു സ്റ്റീലിന്റെ ഒരു ടബിനുള്ളിൽ ഇട്ടിട്ട് അവളെ കടലിലേക്ക് എറിയാറായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തനിക്ക് ആകെ കൂടിയുള്ള വിറ്റ്നസ് ജെയുടെ അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവളില്ലെങ്കിൽ ജഡ്ജ് ഷാ എന്തായാലും ജയിക്കുന്ന ഉറപ്പിച്ച് എന്ത് വിധേനയും ജെയുടെ അമ്മയെ രക്ഷിക്കാനായിട്ട് ഓജു അവന്റെ 2 അസിസ്റ്റന്റ്സും കൂടിയിട്ട് ഇപ്പോ സെയിം ലൊക്കേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ബൊങ്ങും അവന്റെ അസിസ്റ്റന്റും കൂടിയിട്ട് ബൊങ്ങിന്റെ പ്ലാൻ പോലെ തന്നെ ഓജുവിനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ ഓജു അവിടേക്ക് എത്തിയിട്ട് അവളുടെ അമ്മേനെ രക്ഷിക്കാനായിട്ട് ആ ഒരു ബേസ്മെന്റിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആദ്യം തന്നെ ഓജു ജെയുടെ അമ്മേനെ തന്റെ കൈക്ക് തരാനായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അവരത് കേൾക്കാത്തപ്പോൾ അവന്റെ തോക്കൊക്കെ കാണിച്ച് അവരെ പേടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ചെറിയൊരു ഫൈറ്റ് ഒക്കെ നടന്നിട്ട് ഏറ്റവും ഒടുവിൽ ജെയുടെ അമ്മയെ കയറ്റിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റീലിന്റെ ടബ് അവര് കടലിലേക്ക് ഇടുന്നുണ്ട്. അവർ ഓൾറെഡി അങ്ങനെ ഇട്ട് പോയതുകൊണ്ട് തന്നെ ഇനി ഒന്നും ചെയ്യാൻ പറ്റാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഓജും അവിടെ നിന്ന് തിരിച്ച് പോകുന്നുണ്ട്.
ഇതേ സമയത്ത് തന്നെ ബൊങ്ങിന്റെ കാർ അവരെ മറികടന്ന് പോകുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അന്നേരം തന്നെ മാൻബെ വിളിച്ച് ജഡ്ജ് ഷായുടെ അടുത്ത് ജയുടെ അമ്മയുടെ കാര്യം തീർത്തു എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ജഡ്ജ് ഷാ ഇനി മുതൽ അവളെ വിളിക്കരുതെന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് സിയോളിലേക്ക് മൂവ് ചെയ്യാനും പറയുന്നുണ്ട്. ഈ ടൈമിൽ കാറിൽ വെച്ചിട്ട് ബൊങ് ജയുടെ അമ്മയുടെ അടുത്ത് ഇപ്പൊ മര്യാദയ്ക്ക് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും നേരത്തെ അവിടെ ഓജു മാൻബയുടെ അടുത്ത് വന്ന് സംസാരിച്ച് അവിടെ ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ ആ ഒരു ഡിസ്ട്രാക്ഷൻ ഉപയോഗിച്ചിട്ട് ബൊങ്ങും അവന്റെ അസിസ്റ്റന്റും കൂടിയിട്ട് സ്കോർപ്പിയോന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അവിടേക്ക് കടന്ന് ജയുടെ അമ്മേനെ രക്ഷിച്ചിട്ട് അതിന് പകരം അതിലേക്ക് കുറെ വെയിറ്റ് ഉള്ള സാധനങ്ങളെല്ലാം ആ ടബിലേക്ക് എടുത്തു വെച്ച് വളരെ വിദഗ്ധമായി തന്നെ അവരെ കവിളിപ്പിച്ച് ജയുടെ അമ്മ മരിച്ചതായിട്ട് എല്ലാരെയും വിശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഫ്ലാഷ് ബാക്കിൽ ആ ഗോൾഡൻ സിറ്റിയുടെ പ്രസിഡന്റിനെ കൊന്ന കേസിലുള്ള ഒരേ ഒരു വിറ്റ്നസ് ജയുടെ അമ്മയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൾക്കെതിരെ ജഡ്ജ് ഷാ എങ്ങനെയായാലും വരുമെന്നും ഉറപ്പിച്ച് ഒരു പ്രാവശ്യം കൂടി അവൾ മരിച്ചതായിട്ട് എല്ലാരെയും വിശ്വസിപ്പിക്കണം എന്ന പ്ലാനോട് കൂടിയിട്ടാണ് ബൊങ് ഈ കാര്യങ്ങളെല്ലാം ഓൾറെഡി പ്ലാൻ ചെയ്ത് ജയുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നതായിട്ടും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് തന്റെ ഒപ്പം ജയുടെ അമ്മയുണ്ടെന്ന് അവൻ ജെയിനെ വിളിച്ച് പറഞ്ഞിട്ട് അവളോട് സീക്രട്ട് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലേക്ക് മീറ്റ് ചെയ്യാനായിട്ട് വരാൻ പറയാണ്. അങ്ങനെ ആ ഒരു സ്ഥലത്ത് വെച്ച് ജെയും അവളുടെ അമ്മയും വീണ്ടും കണ്ടുമുട്ടുകയും പരസ്പരം അവർ കെട്ടിപ്പിടിച്ച് അവരുടെ ഫീലിംഗ്സ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ബൊങ്ങും അസിസ്റ്റന്റും അവിടെ നിന്ന് മാറി അവർക്കൊരു പ്രൈവസി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് ജയുടെ അമ്മ ബൊങ്ങിന്റെ അടുത്ത് കാര്യങ്ങളൊന്നും ജയോട് പറയരുതെന്ന് പറഞ്ഞിട്ട് അവരുടെ റിലേഷൻഷിപ്പും ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ ജയുടെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞതിൽ ഇപ്പൊ അവളോട് സോറി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോഴാണ് ബൊങ്ങ തന്നെ ചതിക്കൊന്നല്ലായിരുന്നു എന്നും അവളുടെ അമ്മ പറഞ്ഞതുകൊണ്ട് അവന് വേറൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ ഇപ്പോൾ അവളുടെ അമ്മേനെ കെട്ടിപിടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ് അവള് ബൊങ്ങിന്റെ അടുത്ത് വന്ന് ആദ്യം അവനെ കുറെയൊക്കെ തല്ലി പിന്നീട് അവര് രണ്ടുപേരും കൂടി പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് കൺസോൾ ചെയ്ത് വീണ്ടും പഴയ പോലെ റിലേഷനിലാകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവര് 3 പേരും കൂടിയിട്ട് ജയുടെ അമ്മേനെ വളരെ സേഫ് ആയിട്ടുള്ള മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ട്. ഇതേ സമയം തന്നെ കാര്യങ്ങളൊക്കെ തന്റെ വഴിക്ക് പോകുന്നത് അനുസരിച്ച് ഡീവിളായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ജഡ്ജ് ഷാ. അങ്ങനെ പിറ്റേ ദിവസമാകട്ടെ മിസ് നാമ അവളുടെ മകളായിട്ടുള്ള യോൺഹിയുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ കുറെ പോലീസുകാർ അവിടേക്ക് വന്നിട്ട് മിസ് നാമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് എന്താണ് കാര്യമെന്ന് യോൺഹി ചോദിക്കുമ്പോഴാണ് ആ ഒരു തായ് മസാജറെ കൊന്നതിന്റെ പേരിലാണ് ഒരു അറസ്റ്റ് വാറണ്ട് എന്ന് അവർ അറിയുന്നത്. ഒരു സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാതെ അവൾ അവിടെ നിൽക്കുന്ന അതേ നേരത്ത് തന്നെ ഓജുവിനെതിരെയുള്ള വാറണ്ട് വന്നതായിട്ടും ഇത്രയും വൈകാതെ അവനും അറസ്റ്റിലാവുമെന്ന് അവൻ മനസ്സിലാക്കുന്നുണ്ട്. അത്രയല്ല അവന്റെ പുറകിലായിട്ട് ജഡ്ജ് ഷായും ബൊങ്ങും ഉണ്ടെന്നും രണ്ടുപേരെയും എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്നും അവൻ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ ബൊങ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു ബ്ലാക്ക് ബുക്ക് അവളെ കാണിച്ചിട്ട് ഈ ഒരു ബുക്ക് എനിക്ക് അയച്ചത് നീ അല്ലേന്നും ചോദിച്ച് അപ്പോൾ അവനെല്ലാം മനസ്സിലാക്കിയ കാര്യം അവളോട് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതുവരെ നീ കളിച്ച കളികളെല്ലാം ഞാൻ പ്ലാൻ ചെയ്ത പോലെ ആയിരുന്നു എന്ന് ജഡ്ജ് ഷാ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. മാത്രല്ല അതിലവള് കാണാത്തതായിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ എന്നും അത് ജെയുടെയും അവന്റെയും റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നും അവള് പറഞ്ഞപ്പോ അത് വിട്ടുപോയതാണ് നീ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് അത് കാരണം കൊണ്ട് ഇനി നിന്റെ എൻഡ് തന്നെ ഉണ്ടാവുമെന്ന് അവളെ ഭീഷണിപ്പെടുത്തി അവളെ വിശ്വസിപ്പിക്കാനായിട്ട് ജെയുടെ അമ്മയെ കൊന്നതുകൊണ്ട് അതിന്റെയും കൂടി റിവെഞ്ച് ഇപ്പൊ ഞങ്ങൾക്ക് നിന്റെ അടുത്തുണ്ടെന്ന് അവളെ വിശ്വസിപ്പിച്ച് ജഡ്ജ് ഷാ ഇതുവരെ വിചാരിച്ചിരിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവളുടെ പ്ലാനിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവളെ തെറ്റിദ്ധരിപ്പിച്ച് ശരിക്കും എന്തൊക്കെയോ വേറെ പ്ലാനിങ് നടത്തി ബൊങ് അവിടെ നിന്ന് തിരിച്ചു വരുന്ന ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്.